ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കാർഡ് വിത്ത് ഉണ്ണിച്ചരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു മൊബൈൽ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പോക്കോ M2 Pro എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. വീഡിയോയ്ക്ക് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക ചെയ്യുക. ഇതാണ് മൊബൈൽ. നമുക്കത് ഓൺലൈൻ വഴിയാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് പോക്കോ M2 Pro ഗ്രീൻ ആൻഡ് ഗ്രീനർ 6GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഒരു മോഡലാണ്. 14,999 ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത്. പിന്നെ ഈ മോഡലിൽ തന്നെ 2 വേരിയൻറ്റ് വേറെ വരുന്നുണ്ട്. അതായത് 128GB ഇൻറ്റേർണൽ മെമ്മറി 6GB റാമിൻ്റെ വരുന്നത് 16,999. പിന്നെ വരുന്നത് 64GB ഇൻറ്റേർണൽ മെമ്മറി 4GB റാം അതിന് വരുന്നത് 13,999. അങ്ങനെ 3 വേരിയൻറ്റുകളാണ് നമുക്ക് ഓൺലൈൻ വഴി ലഭിക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 64GB 6GB റാമിൻ്റെ മോഡലാണ് റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു മിന്ത്രയുടെ ഒരു കൂപ്പൺ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മിന്ത്രയുടെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നമുക്കൊരു ഡിസ്കൗണ്ടൊക്കെ ലഭിക്കുന്നതാണ്. അതതിൻ്റെ ഒപ്പം വരുന്നതാണ്. പിന്നെ വരുന്നത് ഒരു ടാക്സ് ഇൻവോയ്സ് ആണ്. ഇത് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലൊക്കെ നമുക്ക് വല്ല വാറൻറ്റി ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഹാൻഡ്സെറ്റും അതുമായിട്ടുള്ള ആക്സസറീസും. നമുക്കതൊരു ബ്ലാക്ക് ബോക്സിൽ, അതായത് കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ബോക്സാണ്. അതിലവരെ എംബ്ലം, അതായത് ബ്രാൻഡ് നെയിം നമ്മളവർ കാണാം. പോക്കോ M2 Pro എന്ന് പറഞ്ഞ യെല്ലോ കളറിൽ ബ്രാൻഡ് നെയിം അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് വെൽ പാക്കഡ് ആണ്. നമുക്ക് സൈഡിൽ നമുക്ക് ബ്രാൻഡ് നെയിം കാണാം. പിന്നെ വരുന്നത് തൊട്ട് ബാക്കിലാണ്. അതിൽ നമുക്ക് അവർ സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളത് ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുമാതിരി തന്നെ ഇൻബോക്സ് 33 വാട്ട് ഫാസ്റ്റ് ചാർജർ, 5000 mAh 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ HD+ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 48MP AI കോഡ് ക്യാമറ, അതായത് 4 ക്യാമറകൾ അതിൽ വരുന്നുണ്ട്. 48MP 80MP 5MP + 2MP അങ്ങനെയാണ് വരുന്നുള്ളത്. പിന്നെ ബാക്കിൽ സാധാരണ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു മൊബൈൽ റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ ലോക്കൽ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് പരമാവധി നമ്മൾ ഒന്നങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയ മൊബൈൽസ് ആയിരിക്കും ലോക്കൽ മാർക്കറ്റിൽ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഈ സ്പെസിഫിക്കേഷനിലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ മോഡൽസൊക്കെ വരിക. ഇപ്പോൾ കുറച്ച് ചില കടകളിലൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്, എന്നാലും റേറ്റൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഓൺലൈൻ വഴിയുള്ള ഇതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അവരെ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ഓൺലൈൻ വഴി സെർച്ച് ചെയ്തിട്ട് മേടിക്കുക. കാരണം എൻ്റെ ആദ്യത്തെ ഫോൺ ഒരു Redmi 1S, അത് ഇറങ്ങിയ സമയത്ത് റെഡ്മിയുടെ എമ്മയുടെ ആദ്യത്തെ ഫോണാണ് Redmi 1S. ഞാൻ അന്ന് എടുത്തപ്പോൾ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞു, ഇത് ചൈന ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് മുതൽ ഞാൻ ഓൺലൈൻ വഴി ഇത് മേടിച്ചു തുടങ്ങിയതാണ്. പോക്കോ അവരുടെ സബ് ബ്രാൻഡാണ്. ഇതാണ് അതിൽ നമുക്കൊരു ഇജക്റ്റർ ടൂൾ നമുക്കിതിൽ കാണാൻ പറ്റും. സിമ്മൊക്കെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ടൂളാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് എവിടെയെങ്കിലും കീപ്പ് ചെയ്യുക. കാരണം എപ്പോഴും അത് മിസ്സാവുന്ന ഒരു സാധനമാണത്. നമ്മളത് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുക. ചെറിയൊരു പിന്നെ ഒരു ഡിവൈസ്, അതായത് അവരൊരു യൂസർ മാനുവലാണ് അതിൽ വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വരുന്നത് ഒരു ബാക്ക് കവറാണ്, ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവറാണ്. ഫ്രീ ആയിട്ടാണ് അതിൻ്റെ ഒപ്പം വരുന്നതാണ്. നല്ല കറക്റ്റ് ഹാൻഡ്സെറ്റിന് പറ്റിയ ഒരു ബാക്ക് കവറാണ്. പിന്നെ തന്നെ ഹെഡ്സെറ്റ് നമുക്ക് കാണാം. ഇതാണ് ഹെഡ്സെറ്റ് വരുന്നത്. നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കാണാം ഒരു പവർ അഡാപ്റ്ററാണ്, അതായത് 33 വാട്ട് ഫാസ്റ്റ് ചാർജറുള്ള ഒരു പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. കാരണം ഈ സ്പെസിഫിക്കേഷനിൽ 33 വാട്ട് ഫാസ്റ്റ് ചാർജ് കിട്ടുകയെന്ന് പറഞ്ഞാൽ, അതായത് ഈ റേറ്റിന് അത് നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് അത്.
പിന്നെ വരുന്നത് ഒരു ടൈപ്പ് സി കേബിളുമാണ്. അത് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ അതുമാതിരി ചാർജ് ചെയ്യാനൊക്കെ ഒരു ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അത് നല്ലൊരു നമുക്ക് ഈ റേറ്റിൽ കിട്ടുന്ന പരമാവധി നല്ലൊരു സ്പെസിഫിക്കേഷനിൽ കിട്ടുന്നൊരു മൊബൈലാണ് ഈ പോക്കോ M2 Pro. ഇതാണ് ഹെഡ്സെറ്റ്, കാണാൻ സാധിക്കും. ഗ്രീൻ ആൻഡ് ഗ്രീനർ, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബ്ലൂയിഷ് കളറാണ് തോന്നുന്നത് അതിൻ്റെ ബാക്ക് കവറൊക്കെ. പക്ഷെ വരുന്നത് ഗ്രീൻ ആൻഡ് ഗ്രീനർ എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഒരു ബ്ലാക്ക് മോഡലും വരുന്നുണ്ട്. അങ്ങനത്തെ വരുന്നത് ഇതാണ് ഫോൺ റിവ്യൂസ് എന്ന് പറയാം. നമുക്ക് കാണാൻ പറ്റും നല്ലൊരു കുറച്ച് വലിപ്പം കൂടുതലാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കുമ്പോൾ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 48 MB 80 MB 5 MB 2 MB 60 MB അങ്ങനെ കോഡ് ക്യാമറകൾ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക്. നോക്കാം, ഒരു ഡ്യുവൽ ടോണിലാണ് വന്നിട്ടുള്ളത് കളർ. നമുക്ക് കാണാൻ സാധിക്കും വെളിച്ചത്തിൽ ഡ്യുവൽ ടോണിൽ, അതായത് 2 ഷെയ്ഡുകൾ വരുന്നുണ്ട്. അത് നല്ലൊരു ഇതിലാണ്. അത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കൂടി വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്ക്രീനിലായാലും ഫ്രണ്ട് സ്ക്രീനിലായാലും ബാക്കിലായാലും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത് അതും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഫ്രണ്ട് ക്യാമറ, നമുക്ക് സെൽഫി ക്യാമറ കാണാം. 16 MB ആണ് വരുന്നത്. 16 MB ഫ്രണ്ട് ക്യാമറയാണ് അതിൽ വരുന്നത് കാണാം. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് റെഡ്മി നോട്ട് 9 Pro എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് സെയിം തന്നെയാണ്. വേറെ ഒരു ക്യാമറയുടെ ഒരു പോർഷൻ മാത്രം ചെറിയൊരു മാറ്റം, ബാക്കിയൊക്കെ സെയിം. അത് ഫീച്ചേഴ്സും എല്ലാം സ്പെസിഫിക്കേഷനും ഒക്കെ സെയിം തന്നെയാണ്. ഇതാണ് നമുക്ക് സൈഡ് മൗണ്ടഡ്, നമുക്ക് ഒരു വോളിയം റോക്കേഴ്സ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് വിത്ത് പവർ സ്വിച്ചും കൂടി വരുന്ന സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഏരിയയാണത്. അതാണ് റൈറ്റ് സൈഡിൽ വരുന്നത്, മൊബൈലിൻ്റെ ഹാൻഡ്സെറ്റിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇതാണ്. പിന്നെ വരുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സിം ട്രേ നമുക്ക് ഇവിടെ കാണാം. നമ്മളത് തൊട്ടടുത്ത് തന്നെ നമുക്കത് ഇജക്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ട് താഴെ ഒരു USB 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. പിന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ ഒരു മൈക്കിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഒരു സ്പീക്കർ, ഗ്രില്ലടക്കം വരുന്ന ഭാഗമാണ് അതിൽ വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് നമ്മൾ 3.5mm ആണ്. പിന്നെ തൊട്ടതിൻ്റെ മുകളിൽ തന്നെ ഒരു മൈക്കിൻ്റെയും അതുമാതിരി തന്നെ ഒരു സെക്കൻഡറി മൈക്രോഫോണും പ്ലസ് ഒരു IR എമിറ്റർ, IR ബ്ലാസ്റ്ററും കൂടി വരുന്നുണ്ട്. നമുക്ക് റിമോട്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഒരു 4 ക്യാമറകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാമറയുടെ 48 MB 80 MB 5 MB 2 MB. അതിൽ 48 MB ആണ് വൈഡ് ആംഗിളിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 80 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 5 MB മാക്രോ പ്ലസ് 2 MB ഒരു ഡെപ്തിന്. അത് വേണ്ടിയിട്ട് അങ്ങനെയാണ് 4 ക്യാമറകൾ. പിന്നെ ഒരു ഫ്ലാഷിൻ്റെ ഒരു LED നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കും. ആണ് 1 2 3 4 ക്യാമറകൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ക്യാമറകളുടെ ഒരു ഗ്രില്ലുകൾ വ്യത്യാസം തന്നെയുള്ളൂ. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല. മറ്റു മൊബൈൽ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു മോഡലാണിത്. നമുക്കൊന്ന് അതിൻ്റെ സിം ഇജക്റ്റ് ചെയ്ത് നോക്കാം, ട്രൈ നോക്കാം, എങ്ങനത്തെയാണെന്നുള്ളത് നോക്കാം. അതാണ് ട്രൈ വരുന്നത്. നമുക്കതിൽ കാണാൻ സാധിക്കും 2 നാനോ സിമ്മും പ്ലസ് ഒരു മൈക്രോ SD കാർഡും, ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡും യൂസ് ചെയ്യാം. അത് പറഞ്ഞത് ഇൻറ്റേർണൽ മെമ്മറി 64 GB ആണ്. അത് 512 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ മൈക്രോ SD യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി കുറവുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഒരു 2 നാനോ സിമ്മും കൂടി ഇതിൽ യൂസ് ചെയ്യാം. അതാണ് ട്രൈയുടെ സ്പെസിഫിക്കേഷൻ വരുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. പോക്കോൻ്റെ തന്നെ, അതായത് പോക്കോ മറ്റേ MIയുടെ ഒരു സബ് ബ്രാൻഡാണ് പോക്കോ ഫോണുകൾ വരുന്നത്. ആദ്യത്തെ മോഡലാണ് പോക്കോ F1. അതൊരു
ഹൈ എൻഡ് മോഡലിൽ വന്നിട്ടുള്ളൊരു അത് കോൽക്കമ്മിൻ്റെ 845 പ്രോസസ്സറാണ് അതിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുള്ള പോക്കോ X2, പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പോക്കോ M2 Pro. ഇതിന് പോക്കോ M2 Proൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോക്കോൻ്റെ മൊബൈൽസിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ 15ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വേരിയൻറ്റുകൾ വരുന്ന ഒരു മൊബൈലാണ് ഈ പോക്കോ M2 Pro. അതുമാതിരി തന്നെ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി അറിയാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ അതായത് കോൽക്കം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ്. അത് ഫിംഗർ പ്രിൻ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. കോൽക്കം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ്. അത് നല്ല ഈ റേറ്റിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രോസസ്സറാണ്. കാരണം മറ്റ് ഈ റേഞ്ചിൽ വരുന്നത് കൂടുതലും മീഡിയ ടെക് അങ്ങനത്തെ വരുന്ന മീഡിയ ടെക്കിൻ്റെ മോഡൽസായിരിക്കും പ്രോസസ്സറായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. ഇത് നല്ലൊരു കോൽക്കം സ്നാപ്ഡ്രാഗണിൻ്റെ 720 കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ്. നമുക്കിതിൽ അവരെ യൂസർ ഇൻ്റർഫേസ് നോക്കാം. പോക്കോൻ്റെ നല്ലൊരു കുഴപ്പമില്ലാത്ത മോശമില്ലാത്തൊരു യൂസർ ഇൻ്റർഫേസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുമാതിരി ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഫിംഗർ പ്രിൻ്റ് തന്നെയാണ്. സൈഡ് മൗണ്ടഡ് ആണ്. നമ്മൾ സാധാരണ ബാക്കിൽ, അതായത് ഹാൻഡ്സെറ്റിൻ്റെ ബാക്കിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് സൈഡ് മൗണ്ടഡ് ആണ്. നല്ലൊരു നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് നോക്കാം എന്താണെന്ന്. നമുക്ക് അറിയാം MIUI 11 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് 12 വരെ, മറ്റ് പോക്കോ X2-നൊക്കെ 12 വരെ നമുക്ക് അവർ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഇതിൻ്റെ അപ്ഡേഷൻ വരുന്ന വിചാരിക്കാം. നമുക്ക് MIUI 11 കാണാം. പിന്നെ അത് ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് 10 ആണ് വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് 10 നിലവിൽ കുഴപ്പമില്ലാത്തൊരു മിക്ക മൊബൈലും ഇപ്പോൾ പുതിയ വരുന്ന മൊബൈൽസൊക്കെ ആൻഡ്രോയിഡ് 10-ലേക്കാണ് 10 അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. കാണാം 64 GB ഇൻറ്റർണൽ മെമ്മറിയാണ് ഇതിൻ്റെ വരുന്നത്. അത് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. 64 GB ഇൻറ്റർണൽ മെമ്മറി അവർ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞൊരു മൈക്രോ SD യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 512 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഒരു വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ ഇതിൽ 4K നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ ഫുൾ HD മാത്രമേ നമ്മളതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതാണ് വീഡിയോസ് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാതിരി തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊന്ന് ഈ മൊബൈലിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അതൊക്കെ ഫോട്ടോസും വീഡിയോസാണ്. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു. വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.